LDF സർക്കാരിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ജില്ലാതല യോഗങ്ങളെ ധൂർത്തായി ചിത്രീകരിക്കാൻ വ്യാപക ശ്രമം. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി 13.5 കോടി ചെലവഴിച്ച സംസ്ഥാനത്ത് ഇന്ന് ആകെ 5 കോടി രൂപ ചെലവഴിക്കുന്നതിനെതിരെയാണ് ധൂർത്തായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നത്. നിയമസഭാ രേഖകളിൽ വ്യക്തമാക്കുന്ന വിശദമായ കണക്കുകൾ ഇങ്ങനെയാണ്. പെരുംനുണകൾ ആവർത്തിച്ചുരുവിട്ട് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ഗീബൽസിയൻ തന്ത്രമാണ് സംസ്ഥാനത്തെ വലതുപക്ഷവും നിക്ഷിപ്ത താൽപര്യം പേറുന്ന മാധ്യമങ്ങളും പയറ്റുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് LDF സർക്കാരിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ജില്ലാതല യോഗങ്ങൾക്കെതിരായ സാമ്പത്തിക ധൂർത്ത് ആരോപണം. 10 വർഷം കൊണ്ട് ഒരു സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി നടത്തുന്ന ജില്ലാതല യോഗങ്ങളെയാണ് ധൂർത്തായി ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ധൂർത്ത് കഥയുടെ പൊരുളറിയണമെങ്കിൽ 2015 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണ ചെലവും ഇന്നത്തെ ചെലവും ചേർത്തുവെച്ച് വായിക്കണം. നിയമസഭാ രേഖകൾ പ്രകാരം 2011, 2013, 2015 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ ജനസമ്പർക്ക പരിപാടികളുടെ പ്രചാരണത്തിനു മാത്രമായി ചെലവാക്കിയ തുക 13.5 കോടി രൂപയാണ്. വിശദമായി പറഞ്ഞാൽ UDF ഗവൺമെന്റ് 2011 ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി ചെലവാക്കിയ തുക 4,42,49,737 രൂപ. 2013 5,14,09,491 രൂപ. 2015 6,55,52,537 രൂപ. ഇതിനു പുറമെ അതേ വർഷം സീഡിറ്റ് വഴി 3,50,06,610 രൂപയും IT വകുപ്പ് വഴി 98,36,662 രൂപയും INPRD വഴി 2,42,86,963 രൂപയും ചെലവാക്കി. ജനസമ്പർക്ക പരിപാടികളുടെ പ്രചാരണത്തിനായി 2015 മാത്രം ആകെ ചെലവാക്കിയ തുക 13,46,82,772 രൂപ. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം LDF സർക്കാർ വാർഷിക ജില്ലാതല യോഗങ്ങൾക്കായി ചെലവാക്കുന്ന ആകെ തുക കേവലം 5,20,00,000 രൂപ മാത്രമാണ്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് ചില വലതുമാധ്യമങ്ങളും നുണ പ്രചരിപ്പിക്കുന്നത്. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുമെന്നതാണ് ചൊല്ല്. എന്നാൽ സത്യമൽപ്പം വൈകിയതുകൊണ്ട് മാത്രം നുണ ഇന്നേ വരെ ജയിച്ച ചരിത്രമില്ല. കെട്ടിച്ചമച്ച ധൂർത്ത് കഥകളുടെ ഗതിയും മറ്റൊന്നല്ല. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.